ഹായ്, ഞാൻ നിങ്ങളുടെ സ്വന്തം രുചിനി. ഇന്നൊരു ചെറിയ വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് മെയ് 27 എൻ്റെ ഒരു ബർത്ത്ഡേ ആണ്. വേറെ സെലിബ്രേഷനൊന്നുമില്ല, അങ്ങനെ ചെയ്യാറുമില്ല. വെറുതെ അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചു. കഴിഞ്ഞ് ഒരു സാരിയൊക്കെ എടുത്ത് കൊടുത്ത് അങ്ങനെയൊക്കെ കുറേ സാരിയൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. അതൊക്കെ അങ്ങ് പൊടി തട്ടിയിരിക്കുക. അതിനൊന്ന് തട്ടിപ്പുറക്കി എടുത്തൊന്ന് കൊടുത്ത് ഒന്ന് കാണാം. ഞാൻ റെഡി ആയിട്ട് വരാം. ഓക്കെ. ഇതെല്ലാം ഞാൻ സ്റ്റിച്ച് ചെയ്ത ബ്ലൗസാണ്. ഇങ്ങനൊരു ഡിസൈനും കൊടുത്തു. സ്റ്റിച്ചിങ് എനിക്ക് പണ്ടേ ഒരു ഇഷ്ടമുള്ളൊരു ഹോബിയാണ്. സ്റ്റിച്ചിങ് പഠിക്കാനൊന്നും പോയിട്ടില്ല, പിന്നെ എൻ്റെ ഒരു ഐഡിയയിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാണ്. ഇനിയുള്ള വീഡിയോയിൽ ഞാൻ എങ്ങനെയാണ് ഡിസൈൻ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങളെ കാണിക്കാം. ഞാനിപ്പോൾ ഒന്ന് അമ്പലത്തിൽ പോയി ഒന്ന് തൊഴുതിയിട്ട് വരട്ടെ. ഹലോ, ഹായ്. ഞാനിന്ന് വേഗത്തിലൊരു പായസം എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് പറയാൻ പോകുന്നത്. പരിപ്പ്, തേങ്ങ, ശർക്കര, ഈ 3 ഐറ്റം ഇത്ര എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. ഇത് വച്ചിട്ട് വേഗത്തിലൊരു പായസം എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് കാണിക്കാൻ പോകുന്നത്. കടലപ്പായസം. തേങ്ങാപ്പാലെടുക്കുക. ഇതിപ്പോൾ കുറച്ചൊന്ന് ഞാൻ ആക്കിയിട്ടുണ്ട്. പരിപ്പ് വേവിച്ചിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുത്തു. തേങ്ങാപ്പാലൊഴിച്ചു, ശർക്കര ഇട്ടു, കുറച്ച് ഏലക്ക പൊടിച്ചിട്ടു, നെയ്യിട്ടു. ഇത്രയേ ഉള്ളൂ. ഈ പാത്രത്തിൽ വെച്ചിരിക്കുന്ന പറഞ്ഞാൽ ഇത്രയും കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് ഈ പാത്രത്തിൽ വെച്ച് ഞാൻ എടുത്തത്. ഇത് ഞാൻ എങ്ങനെയാണ് കഴിക്കുന്നതെന്നാണ് അടുത്ത് കാണിക്കാൻ പോകുന്നത്. എന്ന് പറഞ്ഞാൽ ഓരോ നാട്ടിലും ഓരോ രീതിയിലാണ് കഴിക്കുന്നത്. ഇത് ഞങ്ങളുടെ ട്രിവാൻഡ്രം സ്റ്റൈൽ. ഇതിപ്പം ഇലയിലാണ്, ഒരു സദ്യക്ക് ഇലയിലാണ് ഇങ്ങനെ പായസം ഒഴിച്ച് പഴവും വെച്ച് പപ്പടവും വെച്ച് കഴിക്കൽ. ഇപ്പം വേറെ നാട്ടിൽ ഗ്ലാസ്സിലൊക്കെ കൊടുക്കും. ഇത് ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ വെച്ചിട്ട് എങ്ങനെ കുടിക്കുമെന്ന് ഞാൻ കഴിച്ചത്. ഫസ്റ്റ് കുറച്ച് പഴം എടുക്കുക, അതിൽ കൂടെ കുറച്ച് പഞ്ചസാര, ഇത് പപ്പടം, നമ്മൾ ചോറ് ഇതെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇതിങ്ങനെ എല്ലാം കൂടെ ഒന്ന് കുഴച്ചിട്ട്. എന്താ അമ്മ ഇത്? ഭയങ്കര ടേസ്റ്റ്. ഇവിടെ കൊതി നോക്കിക്കൊണ്ട് ചുറ്റുവട്ടത്ത് ആൾക്കാരുണ്ട്. ഫസ്റ്റ് കൊതി നോക്കണ എൻ്റെ ഡോറയാണ്. അതിന് കൂടെ കുറച്ച് കൊടു. എന്നിട്ട് ഇതിങ്ങനെ കഴിക്കും. ഇത് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യണത് ഒരാളുണ്ട് അബുദാബിയിൽ. എൻ്റെ മാമിയുടെ മോൾ അച്ചു മാമി. അവൾക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടം. ഇങ്ങനെയൊക്കെ കാണിക്കുമ്പം അവളാണ് ഒരുപാട് മിസ് ചെയ്യുന്നത്. നമുക്ക് ഇങ്ങനെയൊക്കെ കഴിക്കാൻ ഭയങ്കര കൊതിയായിരിക്കും. ഇല്ലെങ്കിൽ അവൾ മെസ്സേജ് ചെയ്യട്ടെ. അച്ചുമാമിക്കും കൂടെ അമ്മ കഴിക്കണം. സത്യം, നിങ്ങളൊക്കെ ഇതുപോലെ ഒന്ന് വച്ച് നോക്കണേ. ഭയങ്കര ടേസ്റ്റ്, പറയാൻ വയ്യാത്ത ടേസ്റ്റ്. നമ്മളൊരു സദ്യക്ക് പോയാലും ഇത്രയും ടേസ്റ്റ് കിട്ടത്തില്ല. പെട്ടെന്ന് ചുരുങ്ങിയ സമയത്തിൽ ഇത്രയും ചെയ്തിട്ട് ഇങ്ങനെ തന്നെ കഴിക്കണം. ഇങ്ങനെ കഴിച്ചാലേ അതിൻ്റേതായ ടേസ്റ്റ് കിട്ടുള്ളൂ.